റോബോട്ട് ഷുളർ എന്ന ഗ്രന്ഥകാരൻ പറയുന്ന കഥ ഇപ്രകാരമാണ്. ഒരു യുവതിയുടെ ഭർത്താവ് അകാല ചരമമടഞ്ഞു. ഭർത്തൃവിയോഗത്തിൽ ദുഃഖത്തിലാണ്ട സ്ത്രീയെ ആശ്വസിപ്പിക്കാനായിട്ട് അവരുടെ പുരോഹിതൻ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. പക്ഷെ നാട്ടുകാർ ഇതിനെ ഒരു സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചത്. ആ പുരോഹിതനെയും യുവതിയെയും സംബന്ധിക്കുന്ന പല മോശപ്പെട്ട കഥകളും കാട്ടുതീ പോലെ ആ നാട്ടിൽ പടരാൻ തുടങ്ങി. അതിന് ചുക്കാൻ പിടിച്ചത് 2 സ്ത്രീകളായിരുന്നു. ഏറെ താമസിക്കാതെ തന്നെ ആ യുവതി മരണമടഞ്ഞു. മരണകാരണം ക്യാൻസർ ആയിരുന്നു. താനൊരു ക്യാൻസർ രോഗിയാണെന്നും തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുകയാണെന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈ യുവതി പുരോഹിതനോട് പറഞ്ഞിരുന്നു. കൂടാതെ ഈ സംഗതി മറ്റാരോട് പറയരുതെന്നും യുവതി പുരോഹിതനോട് അപേക്ഷിച്ചിരുന്നു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഈ 2 സ്ത്രീകൾക്കും ദുഃഖം തോന്നി. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. അങ്ങനെ അവർ പുരോഹിതനെ പോയി കണ്ട് ക്ഷമ ചോദിച്ചു. ആ സമയത്ത് ഈ പുരോഹിതൻ 2 തൂവൽ തലയണകൾ ഈ സ്ത്രീകൾക്ക് സമ്മാനിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, കുന്നിൻപുറത്ത് പോയിട്ട് ഇതിനുള്ളിലെ തൂവലുകൾ കാട്ടിൽ പറത്തിക്കളയുക. അതിനുശേഷം എന്നെ ഒന്നൊന്ന് കാണണം. അപ്രകാരം ചെയ്തതിനു ശേഷം അവർ പുരോഹിതനെ കണ്ടിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാം ചെയ്തു, ഇനി ഞങ്ങളോട് ക്ഷമിച്ചാൽ. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഇനി നിങ്ങൾ പോയിട്ട് നിങ്ങൾ ആ കാട്ടിൽ പറത്തിക്കളഞ്ഞ എല്ലാ തൂവലുകളും ശേഖരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഈ സ്ത്രീകൾ ചോദിച്ചു, അതെങ്ങനെ സാധിക്കും? ആ തൂവലുകളെല്ലാം പല ദിക്കുകളിലേക്ക് പറന്നുപോയി കാണില്ലേ? വൈദികൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വരുത്തിയ അപവാദങ്ങൾ ഇതുപോലെയാണ്. 2 പേരുടെ ജീവിതം നശിപ്പിച്ച നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ നടത്തുന്ന സമയത്ത് ഈ കഥയൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.